ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം എപ്പോഴും സംഘർഷഭരിതമാണ്. അതിർത്തി തർക്കങ്ങൾ, ഭീകരവാദം, ഭൂമിശാസ്ത്രപരമായ കിടമത്സരങ്ങൾ എന്നിവ ഈ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിലെ ബന്ധങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ ഒരു പുതിയ സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുകയാണ്. അതിർത്തി കടന്നുപോകുന്ന കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം. പാകിസ്ഥാനുമായി അതിർത്തി തർക്കങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ ഭരണകൂടം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള തങ്ങളുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് ഇന്ത്യ നൽകിയ പിന്തുണ ഈ വിഷയത്തിന് ഒരു പുതിയ രാഷ്ട്രീയ മാനമാണ് നൽകിയത്. ഈ നീക്കം പാകിസ്ഥാന് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും? എന്തുകൊണ്ട് ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടുന്നു? ഇത് മേഖലയിലെ ജലരാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുക? 5000 കിലോമീറ്ററിലധികം ഒഴുകുന്ന കുനാർ നദി കേവലം ഒരു ജലസ്രോതസ് മാത്രമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ചിത്രൽ ജില്ലയിലെ ഹിന്ദു കുഷ് പർവ്വതനിരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് തെക്കോട്ടൊഴുകുന്ന നദി അഫ്ഗാനിസ്ഥാനിലെ കുനാർ, നാംഗർഹാർ പ്രവിശ്യകളിലൂടെ കടന്നുപോകുന്നു. തുടർന്ന് അത് കാബൂൾ നദിയിൽ ചേരുകയും ഈ സംയോജിത ജലം പിന്നീട് പാകിസ്ഥാനിലേക്ക് തിരികെ ഒഴുകുകയും ചെയ്യുന്നുണ്ട്. സിന്ധു നദി കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകിയെത്തുന്ന ഏറ്റവും വലിയ ജലസ്രോതസ്സുകളിൽ ഒന്നാണ് ഈ നദി. കൃഷി, കുടിവെള്ളം, ജലവൈദ്യുതി എന്നിവയ്ക്ക് കുനാർ നദിയിലെ ജലം അത്യന്താപേക്ഷിതം കൂടിയാണ്. പെഷവാർ നഗരത്തിലെ 20 ലക്ഷത്തിലധികം താമസക്കാർക്ക് കുടിവെള്ളവും ശുചീകരണ ആവശ്യങ്ങളും നിറവേറ്റുന്നത് ഈ ജലമാണ്. എന്നാൽ താലിബാൻ ഭരണകൂടത്തിന്റെ പരമോന്നത നേതാവായ മൗലവി ഹിബത്തുള്ള അഖുൻസാദയുടെ ഉത്തരവനുസരിച്ച് എത്രയും പെട്ടെന്ന് കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനാണ് അഫ്ഗാനിസ്ഥാന്റെ നീക്കം. തങ്ങളുടെ വെള്ളം കൈകാര്യം ചെയ്യാനുള്ള അവകാശം അഫ്ഗാനികൾക്കുണ്ടെന്നും നിർമ്മാണം വിദേശ കമ്പനികളെ ഒഴിവാക്കി ആഭ്യന്തര സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് പൂർത്തിയാക്കുമെന്നും ജലകാര്യമന്ത്രി മുല്ല അബ്ദുൽ ലത്തീഫ് മൻസൂർ പ്രഖ്യാപിച്ചു. അതിർത്തിയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ തീരുമാനം. ഈ നീക്കത്തിന് രാഷ്ട്രീയ പ്രതികാരത്തിന്റെ മാനം നൽകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ അണക്കെട്ട് നിർമ്മാണ പദ്ധതിക്ക് ഇന്ത്യ നൽകിയ പിന്തുണയാണ് ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം. ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെയുള്ള സുസ്ഥിര ജലപരിപാലനത്തിൽ കാബൂളിന് പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന കാര്യം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇത്തരം വിഷയങ്ങളിൽ സഹകരണത്തിന്റെ ഒരു ചരിത്രം ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് അദ്ദേഹം ഉദാഹരണമായി എടുത്തു കാണിച്ചത് സാൽമ ഡാമാണ്. സാൽമ ഡാം അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്തിലെ ചെഷ്ടെ ഷെരീഫ് ജില്ലയിൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. 42 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള ഈ ഡാം 75,000 ഹെക്ടർ കൃഷിഭൂമിക്ക് ജലസേചനം നൽകുന്നുണ്ട്. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും വികസന സഹകരണത്തിന്റെയും മികച്ച ഉദാഹരണമായി കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ ചരിത്രപരമായ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കുനാർ നദിയിലെ പദ്ധതിക്ക് സാമ്പത്തികമോ സാങ്കേതികമോ ആയ പിന്തുണ നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് സൂചന നൽകുന്നുണ്ട്. കൂടാതെ അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ പ്രദേശത്ത് പരമാധികാരം പ്രയോഗിക്കുന്നതിൽ പാകിസ്ഥാൻ പ്രകോപിതരാകുന്നതിനെ അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ കുനാർ നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് പാകിസ്ഥാന് ഗുരുതരമായ ആശങ്കയാണ് നൽകുന്നത്. ഈ പദ്ധതി മുന്നോട്ടു പോയാൽ നദിയിലെ ജലപ്രവാഹം നിയന്ത്രിക്കപ്പെടുകയും പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് കുറയുകയും ചെയ്യും. വർഷം തോറും ശരാശരി 17 ദശലക്ഷം ഏക്കർ ഫീറ്റ് ജലമാണ് കുനാർ നദിയിൽ നിന്ന് പാകിസ്ഥാൻ ലഭിക്കുന്നത്. അണക്കെട്ട് നിർമ്മിച്ചാൽ ഈ ഒഴുക്കിൽ 3 MAF വരെ കുറവ് വരാൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ ജൂൺ 10 വരെയുള്ള മുൻ ഖാരിഫ് വിളവെടുപ്പ് കാലയളവിൽ കുനാർ നദി ഒഴുകുന്ന കാബൂൾ നദിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് പാകിസ്ഥാനിലെ തർബേല അണക്കെട്ടിൽ ജലനിരപ്പ് കുറവായിരിക്കും. അതിനാൽ തന്നെ ഖാരിഫ് വിളകൾക്ക് ജലസേചനം ഉറപ്പാക്കുന്നതിൽ കുനാർ ജലം നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഈ സമയത്തെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിലെ ഖാരിഫ് വിളകളുടെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും. കിഴക്ക് ഇന്ത്യയിൽ നിന്നും പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ജലസ്രോതസ്സുകൾക്ക് മേലുള്ള നിയന്ത്രണം പാകിസ്ഥാന് ഒരു ഇരട്ട പ്രഹരമായി മാറുക കൂടിയാണ്. കിഴക്ക് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് പാകിസ്ഥാന്റെ സിന്ധു നദീതട വ്യവസ്ഥയിലെ ജലലഭ്യതയിൽ 13.3% കുറവ് വന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കാർഷിക മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്.
അതേസമയം പടിഞ്ഞാറ് കുനാർ നദിയിലെ പുതിയ അണക്കെട്ട് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ജലലഭ്യതയെയും തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഈ സംഭവം ജലം എങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധമായും നയതന്ത്രപരമായ ഉപകരണമായും ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. അതിർത്തി കടന്നൊഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വരും കാലങ്ങളിൽ കൂടുതൽ വഷളാവാനുള്ള സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിന് അതിന്റെ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകൾ വികസിപ്പിക്കാനുള്ള പരമാധികാരമുണ്ട്. എന്നാൽ അത് താഴെ ഒഴുകുന്ന രാജ്യങ്ങളെ ഗുരുതരമായി ബാധിക്കാത്ത രീതിയിൽ ആയിരിക്കണം നടപ്പിലാക്കേണ്ടത്. ജലലഭ്യത കുറയുന്നത് പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെയും കാർഷിക സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുമ്പോൾ ഈ വിഷയം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം മാനവിക പ്രശ്നമായി വളരും. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാന് നയതന്ത്രപരമായ ശ്രമങ്ങളും നടത്തേണ്ടതായി വരും. ഇന്ത്യയുടെ പിന്തുണയോടെ അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ മേഖലയിൽ അത് വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങളാണ് സൃഷ്ടിക്കുക. ഈ 3 രാജ്യങ്ങൾക്കും അവരുടെ പൊതുവായ ജലസ്രോതസ്സുകൾ സമാധാനപരവും സുസ്ഥിരവുമായ രീതിയിൽ എങ്ങനെ പങ്കിടാൻ സാധിക്കുമെന്ന ചോദ്യമാണ് വരും കാലത്തെ നിർണ്ണയിക്കുന്നത്. കുനാർ നദിയിലെ അണക്കെട്ട് നിർമ്മാണം കേവലം ഒരു എഞ്ചിനീയറിംഗ് പദ്ധതി എന്നതിലുപരി മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയെയും അയൽ രാജ്യ ബന്ധങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന രാഷ്ട്രീയ നീക്കമായി മാറുമെന്നതിൽ സംശയമില്ല.